സംസ്ഥാനത്തെ കാലാവസ്ഥാ വകുപ്പ് ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശം നൽകി. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്നും നാളെയും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സനിസയുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. സനിസ, വലിയൊരു അപകടം മുൻകൂട്ടി കാണണോ? സച്ചിൻ, ഇന്നും നാളെയുമായിട്ട് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയോടുകൂടി ശക്തമായ ഇടിമിന്നൽ ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത്. ഇതിൽ ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഭയം വേണ്ട, ജാഗ്രത മതി. ഈ ഇടിമിന്നൽ പ്രമാണിച്ച് തുറസായ സ്ഥലങ്ങളിൽ നിൽക്കാൻ പാടില്ലെന്നും അതുപോലെ തന്നെ മേഘാവൃതമായ ഇടിമിന്നലോടുകൂടിയുള്ള മഴയുള്ള ഒരു സാഹചര്യമാണെങ്കിൽ വീടുകൾക്കുള്ളിൽ തന്നെ തുടരണമെന്നും കൂടാതെ തന്നെ ഗൃഹോപകരണങ്ങൾ പിന്നെ വൈദ്യുതിയിൽ ആണുള്ളതെങ്കിൽ അത് വൈദ്യുതി വിച്ഛേദിക്കണമെന്നും അത് കൂടാതെ ഈ മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല, പക്ഷെ ടെലിഫോണുകൾ ഉപയോഗിക്കരുത് എന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കൂടാതെ ഈ ഇടിമിന്നലുള്ള സമയത്ത്, മഴയുള്ള സമയത്ത് ജനലും വാതിലും ഒക്കെ അടച്ചിടണമെന്നും പുറത്ത് തുറസായ സ്ഥലങ്ങളിലൂടെ ഉള്ള സഞ്ചാരം ഒഴിവാക്കണമെന്നും മരത്തിന് ചുവട്ടിൽ നിൽക്കരുതെന്നും ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുകൾ കാലാവസ്ഥാ വകുപ്പിൽ നിന്ന് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ വാഹനത്തിൽ സഞ്ചരിക്കുന്ന ഒരു വേളയിലാണെങ്കിൽ വാഹനത്തിൽ തന്നെ തുടരുക, പുറത്തേക്ക് ഇറങ്ങരുത്. ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങളാണ് കാലാവസ്ഥാ വകുപ്പിൽ നിന്ന് നൽകിയിരിക്കുന്നത്. ഭയം വേണ്ട, ജാഗ്രത മതിയാവും. സച്ചിൻ. ശരി, സനിസയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.